എൻ്റെ പേര് പൗലോസ്. ഞാൻ കൽപ്പറമ്പ് ഫൊറോന ഇടവകയിൽ നിന്ന് വരുന്നു, ഇരിഞ്ഞാലക്കുട രൂപത. ഞാൻ 2024 ജൂൺ മാസം 14 തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഞാനിത് പറയുന്നത് രണ്ടാമത്തെ സാക്ഷ്യമാണ്. പറമ്പും പേരെയും ഞാൻ മറ്റൊരാൾക്ക് എഴുതി കൊടുത്തു. 13 വർഷത്തിന് ശേഷമാണ് എനിക്ക് തിരിച്ചു കിട്ടിയത്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ വളരെ വിശ്വസ്തനായ എൻ്റെ സുഹൃത്തിന് എൻ്റെ വീട്ടിൽ ചില കേസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ മറ്റൊരാൾക്ക് കൊടുത്തു. പിന്നീട് അത് പലവട്ടം മറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമെന്ന് ആരോ ഉപദേശത്തിൻ്റെ പേരിലാണ് ചെയ്തത്. അങ്ങനെ പറമ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കക്ഷികൾ ഇവിടുന്ന് മുങ്ങി. അവരെ തപ്പി ഞാൻ കുറേ നടന്നു, കിട്ടിയില്ല. പിന്നെ ഞാൻ അവർക്കത് കേസ് കൊടുത്തു. എനിക്കൊരു ചെക്ക് തന്നിട്ടുണ്ടായിരുന്നു, കാരണം അവരുടെ വീടും എല്ലാം വിൽപ്പന കഴിഞ്ഞു, പൈസ കിട്ടാനുണ്ട്. അപ്പോൾ വളരെയധികം പ്രാർത്ഥനയൊക്കെ നടത്തുന്നൊരു ടീമായിരുന്നു. അപ്പോൾ ഞാനതായിരുന്നു വിശ്വസിച്ചു. പക്ഷേ കിട്ടി കഴിഞ്ഞപ്പോൾ അവർ മുങ്ങി. ഞാൻ അവരുടെ ചെക്ക് സബ്മിറ്റ് ചെയ്തു, അത് റിട്ടേണായി. ഞാൻ കേസ് കൊടുത്തു, അതുകൊണ്ട് ഗുണമുണ്ടായില്ല. പിന്നെ ഞാൻ ഹൈക്കോടതിയിൽ പോയി, അവിടെ നിന്നും അത് തിരിച്ചു പോന്നു. ഞാൻ വക്കീലിനെ കണ്ട് ഈ കേസിൻ്റെ വിശദങ്ങൾ പറഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞു, കൊടുത്ത സ്ഥലം ഇനി തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനെങ്കിലും കേസായി മുന്നോട്ട് പോയി. 2012 നടക്കുന്നത്. അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഒന്നാമത്തെ സാക്ഷ്യം എനിക്ക് നടന്നു കിട്ടിയതിപ്പോൾ അത് അത്ഭുതമായിരുന്നു. അത് കാരണം എനിക്ക് ഉറപ്പായിരുന്നു മാതാവിന് ചെയ്തു തരാൻ പറ്റുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ചു, എനിക്ക് എൻ്റെ സ്വത്തുക്കൾ തിരിച്ചു കിട്ടണം എന്ന് ഞാൻ വെച്ചു. ഞാൻ വക്കീലിനോട് പറഞ്ഞു, ഇങ്ങനെ മാധവൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വക്കീൽ പറഞ്ഞു, കൊടുത്തത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല, മാത്രമല്ല കൊല്ലത്ര ആവുകയും ചെയ്തു. പിന്നെ നമ്മൾ കൊടുത്ത കേസുകളൊക്കെ തള്ളി പോവുകയും ചെയ്തു. യാതൊരു തെളിവുകളും ഇല്ല. അവരുടെ പേരിൽ വാങ്ങിക്കുകയും ചെക്കുകൾ തന്നത് അവരുടെ കമ്പനിയുടെ പേരിലായിരുന്നു. അതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ വക്കീലിനോട് പറഞ്ഞു, കൃപാസനത്തിൽ വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. രാജ്യത്തിൻ്റെ നിയമങ്ങൾ മാറി തൊട്ട് ആമാശം എടുത്തു കളഞ്ഞ ആമാശം തിരിച്ചു കിട്ടിയത് തൊട്ട് വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. മാതാവിന് സാധിക്കും. മാത്രമല്ല എൻ്റെ ഒന്നാമത്തെ സംഭവം വലിയൊരു സംഭവമായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു മാതാവിന് സാധിക്കും എന്നുള്ളത്. കാരണം ഒരിക്കലും നടക്കാത്ത ഒരു സംഭവമാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും കുടുംബ പ്രാർത്ഥനയെല്ലാം കൃത്യമായി ചെയ്യുകയും കുമ്പസാരിക്കുകയും എല്ലാം കൃത്യമായി ചെയ്തു. കാരുണ്യ പ്രവൃത്തികളും പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി ചെയ്തു. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് മാത്രം ഉറപ്പുണ്ടായിരുന്നു കിട്ടുന്ന മാതാവ് ചെയ്യുന്നു, മറ്റാർക്കും ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം സാധിക്കില്ലല്ലോ, എഴുതി കൊടുത്ത സ്ഥലം തിരിച്ചു കിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ കേസ് 13 വർഷമായ കേസായതുകൊണ്ട് വലിയൊരു കേസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സൊക്കെ നോക്കി തലേദിവസം മെയിൻ വാദം നടക്കുന്നതിൻ്റെ തലേദിവസം വക്കീലെന്നെ വിളിച്ചു, നമുക്കിത് ഡിസ്കസ് ചെയ്യാം, നാളെ കേസ് വാദിക്കേണ്ട രീതികൾ എന്തൊക്കെയും നോക്കാമെന്ന് പറഞ്ഞോളിൽ എന്നെ വിളിച്ചു. അപ്പോൾ ഞാനും വക്കീലിൻ്റെ അസിസ്റ്റൻ്റ് 5 വക്കീൽമാരുണ്ടായിരുന്നു. അവരെല്ലാവരും പേപ്പർ നോക്കിയിട്ട് പറഞ്ഞു, നമുക്ക് പൈസ കിട്ടിയില്ല എന്ന് തന്നെ പറയാം, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ പറയാം, അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫൈനൽ വാദം നടക്കുന്നതിൻ്റെ ദിവസം ഞാൻ കാലത്ത് തന്നെ കോടതിയിൽ പോയി. അപ്പോൾ അവിടെ തൂപ്പുകാരി വന്നിട്ടുണ്ടായിരുന്നു, തൂപ്പുകാരിക്ക് അടിച്ചു വാരുന്നുണ്ടായിരുന്നു. അപ്പോൾ അടിച്ചു വാരി കഴിഞ്ഞ സ്ഥലത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉപ്പ് വിതറി എല്ലാവിടെയും. എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. മാത്രമല്ല മാതാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു, മാതാവേ ഇതെല്ലാം ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ ആദ്യ സാക്ഷ്യം ഒരിക്കലും ജീവിതം സംഭവിക്കാത്ത കാര്യങ്ങളാണ് മാതാവ് ചെയ്തത്. ഡിജിറ്റൽ തെളിവുകളാണ് മാതാവ് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സംശയമില്ല, കാരണം അത്ര അത്ഭുതമായിരുന്നത്, സംഭവിക്കാത്ത കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് ഇതൊക്കെ മാതാവിന് ഈസിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കേസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഇവിടെ കൊണ്ടുവന്ന് ജോസഫ് അച്ഛനെ കൊണ്ട് ഞാൻ ബ്ലെസ്സിങ് ചെയ്യിച്ചു. ജോസഫ് അച്ഛൻ എനിക്ക് ചെറിയ കാശുരൂപം തന്നു. ആ കാശുരൂപം കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ എൻ്റെ വിശ്വാസപ്രമാണം ചെല്ലുന്നത്. അതുപോലെ തന്നെ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം നമ്മുടെ കേസിൻ്റെ സമയം വന്നു. അപ്പോൾ നമ്മുടെ വക്കീൽ എനിക്ക് വന്നു, കൂടെ അസിസ്റ്റൻ്റ് വക്കീൽമാരും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് പറയേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അതിൽ കൂടുതൽ വകുപ്പൊന്നും അവിടെ ഇല്ല. കാരണം കൊടുത്തു, പൈസ കിട്ടിയില്ല, ചെക്ക് തന്നു, ചെക്ക് ഹൈക്കോടതിയിൽ പോയി, ചില കാര്യങ്ങളെ തള്ളിപ്പോയി എന്നൊക്കെ ഇത്രയൊക്കെ പറയാനേ ഉള്ളൂ. മാത്രമല്ല എന്നെ പറ്റിച്ച ഇവർക്ക്
ക്രിമിനൽ കേസ് ചീറ്റിംഗ് കേസുകൾ വേറെയുണ്ട്, അതിന് കോപ്പിയും കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും കോടതി അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതീക്ഷയൊന്നുമില്ല. 2 മിനിറ്റിൽ 3 മിനിറ്റ് സംസാരിക്കണം. വക്കീൽ എണീറ്റു സംസാരിക്കാൻ തുടങ്ങി 1.5 മണിക്കൂർ. അപ്പോൾ അടുത്തിരിക്കുന്ന മറ്റു വക്കീൽമാർ എന്നെ പിന്തിരിഞ്ഞ് നോക്കിയിട്ട് പറയുക അതെന്താ സംഭവിക്കണമെന്ന്. വക്കീൽ ഓരോ പേപ്പറുകൾ ഇങ്ങനെ പറയുക, അസിസ്റ്റന്റ്മാർ എടുത്തു കൊടുക്കുക, അത് ജഡ്ജിക്ക് കൊടുക്കുക, കാര്യങ്ങൾ ഓരോന്ന് പറയുക. ജഡ്ജി എല്ലാം നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് വക്കീൽ എണീറ്റു. സാധാരണ ഓപ്പോസിറ്റ് വക്കീലിനെ കുറച്ച് സംസാരിക്കാനുണ്ട്. ഓപ്പോസിറ്റ് വക്കീൽ ദേഷ്യത്തിൽ പറഞ്ഞു എൻ്റെ കക്ഷികൾ ചീറ്ററല്ലാന്ന് പറഞ്ഞു അവിടെ ഇരുന്നു, ഒന്നും പറഞ്ഞില്ല. പിന്നെ കേസ് വിധി വന്നപ്പോൾ എനിക്ക് സ്വത്തുക്കളെല്ലാം തിരിച്ചു കിട്ടി. ഞാനത് ടാക്സ് അടച്ചു, എല്ലാം വളരെ ക്ലിയറാക്കി ഇപ്പോൾ എനിക്ക് കിട്ടി. ഞാൻ നടക്കുന്ന സമയത്ത് എൻ്റെ വിശ്വാസത്തോടു കൂടി ഞാനിവിടെ അഖണ്ഡ ജപമാലയ്ക്ക് വന്നിരുന്നു. അത് പ്രാർത്ഥിച്ചു. എല്ലാം വിശുദ്ധ കുർബാന സാധാരണ അറ്റൻഡ് ചെയ്യുന്ന സ്വഭാവമില്ല. കാരണം എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല പലപ്പോഴും. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബൊക്കെ കണ്ടിരിക്കുമ്പോൾ നേരം വൈകും. 10 മണിക്ക് കിടന്നുറങ്ങിയാലല്ലേ നേരം എടുത്ത് എനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കുടുംബ പ്രാർത്ഥന ചെല്ലാറില്ല. കാരണം ഞാൻ വിവാഹിതനല്ല, ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ പിന്നെ കിടന്നുറങ്ങും. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ്. പിന്നെ പത്രമൊക്കെ ഞാൻ പള്ളിയിൽ കൊണ്ടുവച്ച് വരും. കാരണം ഈ പത്രം കൊടുക്കുമ്പോൾ ഒരു നാണക്കേടും ചമ്മലൊക്കെ ആൾക്കാർ നീ ഈ പത്രം കൊണ്ട് എന്ത് ചെയ്യാനാണ് വന്നതാണ്? ഞാൻ പറഞ്ഞു ഇങ്ങനെ മാതാവിൻ്റെ പത്രമാണ്. നിനക്ക് നാണാവില്ലേ, ഇതൊക്കെ ഉള്ളതാണോ എന്നും പറഞ്ഞ് അങ്ങനെ കുറേ അച്ഛന്മാർ കന്യാസ്ത്രന്മാരെ പറ്റി കുറേ കുറ്റമൊക്കെ പറഞ്ഞ് അവരിന് പോകും. ആകെ ഒരു ചമ്മലായിരുന്നു. പക്ഷേ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം വലിയ അത്ഭുതമായിരുന്നു. അപ്പോൾ എനിക്ക് വിശ്വാസമായി മാതാവ് ശരിക്കും ജീവിക്കുന്നു, ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു, എല്ലാം ഗംഭീരമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് പിന്നെ ചമ്മൽ പോയി. ഞാൻ പിന്നെ ഇവിടുന്ന് 3 കെട്ട് പത്രമാണല്ലോ കിട്ടുക, അല്ല 3 ബാഗ്. ഞാനതൊരു 10 ആക്കി. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു 10 പോരെ 20 ആക്കി. പിന്നെ എനിക്ക് ചോക്കാൻ പറ്റുന്നത്ര ഞാൻ 50 ബാഗാക്കി. ഞാൻ തൃശ്ശൂർ ബസ് സ്റ്റാൻഡിൽ പോവും. ചമ്മൽ വിട്ടു. ഞാൻ പിന്നെ 2 ബസ് സ്റ്റാൻഡിലും പോയിട്ട് പത്രം കൊടുക്കും. ഇപ്പോൾ പെന്തിക്കോസ്തുകാർ വന്നിട്ട് എനിക്ക് കുറേ പേപ്പറുകൾ തരും. മാതാവൊന്നും ഇല്ലാതെ ചെകുത്താനാണെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു താനോട് ഇരുന്നേ, നമുക്ക് വർത്താനം പറയാം, ബൈബിളിലുള്ളത് ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറയും. ഞാൻ പറഞ്ഞു ബൈബിൾ എടുത്തോ, നമുക്ക് ബൈബിൾ സംസാരിക്കാം. ഇതിങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായി. ചില സ്ത്രീകളൊക്കെ വളരെ ദേഷ്യപ്പെട്ട് പറയും. ഞാനതൊന്നും നോക്കാറില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എനിക്കെല്ലാം അറിയുള്ളൂ ഇത്ര വ്യക്തമായിട്ട്. അപ്പം ഞാൻ ആ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് നീക്കി അഖണ്ഡ ജപമാലയ്ക്ക് വന്നിരുന്നു. എല്ലാ മാസത്തോടെ വരും, മാതാവിനോട് സംസാരിക്കും, തിരിച്ചു പോവും. എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഞാൻ കേസ് ജയിച്ചു, 2ാമത്തെ സാക്ഷ്യം ജയിച്ചു. പിന്നെ ഉപ്പിൻ്റെ ശക്തി എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, എവിടെ പോകുമ്പോഴും ഞാൻ ആദ്യം ഉപ്പ് കൊണ്ടിടും, എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ വണ്ടിക്ക് പോകണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ വിശ്വാസപ്രമാണം ചൊല്ലി എണ്ണ ഞാൻ വണ്ടിമേ കുരിശ് വരയ്ക്കും. വളരെ സന്തോഷമായി പോകുന്നു, സമാധാനത്തോടെ പോകുന്നു. ഇനി ഈശോയ്ക്കും മാതാവിനും വളരെയധികം നന്ദി. ഇനിയുള്ള ജീവിതം എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ആരും ഇല്ലാത്തതുകൊണ്ട് ഇനിയുള്ള ജീവിതം ഈശോയ്ക്കും മാതാവിനും വേണ്ടി മാറ്റിവെക്കുകയാണ്. ആത്മീയ കാര്യങ്ങൾ വളരെ ശക്തിയോടുകൂടി സത്യത്തോട് ചെയ്യാനും തീരുമാനപ്പെടുത്തു. ഈ ഉടമ്പടി എടുത്ത ഒരു ഗുണം എന്ന് വെച്ചാൽ ജീവിതത്തിന് ഒരു അടക്കം ചിട്ടയുണ്ടാവും. നമ്മളിത് പള്ളിയിൽ പോകാത്തതൊന്നും പള്ളിയിൽ പോകാൻ തോന്നുന്നുണ്ട്. ഇപ്പോൾ വിശുദ്ധ കുർബാന മുടക്കാൻ തോന്നണില്ല. ചിലപ്പോൾ കാലത്ത് കുർബാനയ്ക്ക് പോയി ഉച്ചയ്ക്കും കുർബാനയ്ക്ക് പോകും. അതിലൊന്നും ഒരു ബുദ്ധിമുട്ട് തോന്നണില്ല. ആദ്യം അങ്ങനെയല്ല, കുർബാനയ്ക്ക് പോകും വലിയ ബോറടിയായിരുന്നു. പിന്നെ കുടുംബ പ്രാർത്ഥന കൊന്തയില്ല എന്നൊന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ബോറടിക്കും, കിടന്നുറങ്ങാം, നാളെ എത്തിക്കാം. ഇന്നിപ്പോൾ അങ്ങനൊരു പ്രശ്നമില്ല. കുടുംബ പ്രാർത്ഥന നന്നായി നടക്കുന്നു. ഒഴിവ് കിട്ടുമ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്ത് പോവും. ഞാനിവിടെ ഞങ്ങളുടെ പള്ളിയിൽ ദിവ്യകാരുണ്യം വെച്ചിട്ടുണ്ട്, ജപമാല ചെല്ലും. വളരെ സന്തോഷമായിരിക്കുന്നു, സമാധാനമായിരിക്കുന്നു. ഈശോയ്ക്കും മാതാവിനും വളരെ നന്ദി. ഇതിൽ നിന്ന് അധ്യായം 43 14 തിരുവചനം. നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും. പൗലോസ് ചേട്ടൻ്റെ വളരെ ശക്തമായ ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന വളരെ ശക്തമായ ഒരു സാക്ഷ്യമാണ്, പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത്. 13 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വത്ത് തീരെഴുതി കൊടുത്തതിന് ശേഷം അത് തിരിച്ചു കിട്ടാനുണ്ടായ ഒരു വലിയ ബദ്ധപ്പാടിനെ കുറിച്ചായിരുന്നു. ആ സങ്കടത്തിലാണ് അദ്ദേഹം ഇവിടെ വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞതിന് ശേഷം വീണ്ടും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. അദ്ദേഹം ഇവിടെ നമ്മോട് പങ്കുവയ്ക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കാത്തതായ യാതൊരു കാര്യങ്ങളുമില്ല. ആകാശത്തിൻ്റെ വിധാനങ്ങളെക്കുറിച്ചുള്ള എല്ലാ അറിവും പരിശുദ്ധ അമ്മയ്ക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും.
ഭൂമിയിലെ ഏതൊരു രാജ്യത്തെയും നിയമങ്ങൾ മാറ്റാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നിയമങ്ങൾ മാറ്റാൻ പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ ഒരു പ്രശ്നം ഒട്ടും തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് വലിയ ഭാരമുള്ളതല്ല. എനിക്ക് എൻ്റെ സ്വത്ത് തിരിച്ചു നൽകും. അതിനി മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കാനായിട്ട് ഈ ഒരു ജീവിതം, ഉടമ്പടി ജീവിതം അദ്ദേഹത്തെ സഹായിച്ചു എന്നാണ് അദ്ദേഹം ചുരുക്കത്തിൽ നമ്മോട് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ ഒരു എപ്പിസോഡ് പോലെ നമ്മോട് പറയുകയായിരുന്നു. വക്കീലിനോട് ഒരു 4 മിനിറ്റോ 5 മിനിറ്റോ പറയേണ്ട ഒരു കാര്യം 1.5 മണിക്കൂർ ആ വക്കീലിനോട് കൃത്യമായി അത് പ്രസൻറ്റ് ചെയ്യുവാനും അതിന് അദ്ദേഹത്തിന് അനുകൂലമായൊരു വിധി പ്രസ്താവിക്കുവാനും ലാസ്റ്റ് എപ്പിസോഡ് അദ്ദേഹത്തിന് സാധിച്ചു, പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു ശക്തമായ തെളിവാണ് ഉടമ്പടി ജീവിതം. നമുക്കറിയാം, നമ്മുടെ ഭാഗത്ത് നീതിയുണ്ടെങ്കിൽ ഈശോ പറയുന്ന പോലെ ആദ്യം എൻ്റെ നീതിയും എൻ്റെ രാജ്യവും നീ അന്വേഷിച്ചാൽ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അദ്ദേഹം ആ ഈശോയുടെ രാജ്യവും നീതിയും അന്വേഷിച്ചു തുടങ്ങിയതോടുകൂടിയാണ് വിശുദ്ധ കുർബാനയിലുള്ള ആ മന്ദതയും അതെല്ലാം മാറിക്കഴിഞ്ഞപ്പോഴാണ് ഈശോയുടെ രാജ്യത്തിലേക്ക് കടന്നപ്പോൾ അദ്ദേഹത്തിന് ശക്തമായ ഉൾപ്രേരണയാണ്, ഇനിയുള്ള ജീവിതം എനിക്ക് ഈശോയും പരിശുദ്ധ അമ്മയും മതി. ഒരുപാട് പ്രോജക്റ്റുകളുമായിട്ടാണ് അദ്ദേഹം ഇനി മുന്നോട്ട് നീങ്ങുന്നത്. ദൈവരാജ്യം എത്രമാത്രം വിസ്തൃതമാക്കാൻ മാത്രം എനിക്ക് സാധിക്കും, എനിക്കതിനുള്ള സമയവും ഉന്മേഷവുമുണ്ട് എന്ന് അദ്ദേഹം ഇവിടെ നമ്മോട് ഏറ്റുപറയുന്നു. അതുപോലെ തന്നെ ഒരു ലാസ്റ്റ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, പരിശുദ്ധ അമ്മ പറയിക്കുന്നതാണ്, ഒപ്പോണൻ്റ് വക്കീൽ എഴുന്നേറ്റെന്ന് പറയുന്നത്, എൻ്റെ ഒപ്പോണൻ്റ് പാർട്ടി ഒരു ചതിയനല്ല. പരിശുദ്ധ അമ്മ നൽകുന്ന വലിയ ഒരു പ്രചോദനവും പ്രേരണയുമാണ് അദ്ദേഹത്തിന് നൽകിയത്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മെ എല്ലാവരും കൈവിടുമ്പോൾ നമ്മെ ഈശോ ഒരിക്കലും കൈവിടുകയില്ല. കാരണം നാം ഉടമ്പടിയിലാണ്. ഓരോരുത്തരും ഇവിടെ ഒന്ന് സാക്ഷ്യം പറയുമ്പോൾ പറയുന്നതാണ്, എനിക്കൊന്നും സംഭവിക്കുകയില്ല, കാരണം ഞാൻ ഉടമ്പടിയിലാണ്. ഇനിയുള്ള എൻ്റെ ജീവിതം നിത്യതയോളം ഞാൻ ഈശോയോട് കൂടിയായിരിക്കും. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സങ്കടങ്ങളെയും എല്ലാ രോഗാവസ്ഥകളെയും ഏകാന്തതയെയും ഒറ്റപ്പെട്ട് കഴിയുന്നവരെയെല്ലാം നമുക്ക് നിയോഗത്തോട് ചേർത്ത് വയ്ക്കുകയും സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.